അപ്പോ ഞാൻ PSMO കോളേജിൽ പഠിക്കുമ്പോ നിങ്ങളവിടെ PGയുടെ പ്രൊഫസറാണ്. അപ്പൊ അതിനകത്ത് മാത്രല്ല എനിക്ക് സംബന്ധിച്ച് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സെക്രട്ടറി ആയിരുന്നു. അതിനകത്ത് NK ഹാജിയുടെ മകന്റെ പേരുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അത് നടത്തിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഞാൻ തന്നെയാണ്. NK ഹാജിയെ പറ്റി പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കായിക താല്പര്യങ്ങളൊക്കെ കായിക വിനോദങ്ങളൊക്കെ കഴിവുള്ള ആളായിരുന്നു. അപ്പൊ 71 മാപ്പിള കലാസാഹിത്യ പരിപാടി നടത്തിയപ്പോ NK ഹാജി പടകളി പരിശീലിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അതേ ബന്ധപ്പെട്ട് NK ഹാജിയെ പറ്റിയുള്ള ഓർമ്മകളൊന്നും ഒന്ന് പറഞ്ഞാൽ നമ്മളെ. MK ഹാജി സാഹിബിന് മദ്രാസിൽ വോട്ടർ ശിങ്കലുണ്ട്. മൂപ്പര് ഒന്നുമില്ലാതെ മദ്രാസിൽ പോയ ആളാണ്. അവിടുന്ന് ഈ വടക്കേത്തല ഇവരെ ഒരു സ്ഥാപനത്തോട് ഇതാക്കിയിട്ടുണ്ട്. ഓർമ്മയെന്ന് പറയാൻ കേട്ടോ. ഇതിൽ നിന്ന് അവിടെ അവിടെ ഹോട്ടൽ ശിങ്കല ഉണ്ടായിട്ട് ആചാര്യ അപ്പോഴേക്കും അവിടുന്ന് ആ ഹോട്ടൽ കച്ചവടത്തിലൊക്കെ പൈസ ഉണ്ടായി അത്യാവശ്യം. ആ കാലത്ത് വളരെ ഇതായിട്ട് വന്ന് മൂപ്പര് പിന്നെ തിരൂരങ്ങാടിയിൽ ആടിൻ്റെ ആളായി. എന്തുകൊണ്ട്? കുറെ പൈസ ഉണ്ട്. അതിന്റെ പുറമെ മൂപ്പര് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളെ, താല്പര്യം, എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളുണ്ട്. അപ്പൊ അന്ന് എൻ്റെ ഒപ്പം പഠിച്ച മൂപ്പര് മൂത്ത മകൻ അബ്ദുസമദ് എന്റെ കൂടെ പഠിച്ചാൽ എൻ്റെ അതേ പ്രായക്കാരാണ്. നല്ല ഫുട്ബോൾ പ്ലെയറുമാണ്. നല്ല ഫുട്ബോൾ. 3 ആളുണ്ടായിരുന്നു. യത്തീംകാരി മുല്ലക്കോയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, തങ്ങളുട്ടിയാ. അത് അവരുടെ ചേലേമ്പ്ര ആ സൈഡിൽ അവിടെ സ്കൂളിലേറ്റേ പഠിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ വന്നു. തിരൂരങ്ങാടിയുള്ള എല്ലാ ടൂർണമെന്റിനും മുല്ലക്കോയ സെൻട്രൽ ഫോർവേഡ് അല്ല, സെൻട്രൽ ഫോർവേഡ് ഞാൻ, റൈറ്റ് ഫോർവേഡ് ഞാൻ, മുല്ലക്കോയ ഹാഫ്, അബ്ദുസമദ് ബാക്ക്. ഈ ത്രയ എവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോലുണ്ട് കളിക്കാൻ. ഈ സെവൻസിന് ഇതിനൊക്കെ പോകുന്ന സെവൻസിന്റെ വലിയ ഇതുള്ള സ്ഥലമാണ്. അപ്പോ അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ ഈ സംഗതി. ഞാനും ബന്ധപ്പെട്ട് ഓർമ്മ കിട്ടുന്നില്ല. അവരുള്ളത് ഇതിപ്പോ നിങ്ങൾ ഇതിന്റെ ബാക്കി പറയേണ്ടതാണല്ലോ. പിന്നെ NK ഹാജി കായിക താല്പര്യമുള്ള ആളായിരുന്നു. ഈ പടകളി നല്ല മൂപ്പരതിന്റെ ആളായിരുന്നു. മൂപ്പര് ചെറിയ പോക്കിരിയായിരുന്നു. അതായത് അങ്ങനത്തെ അല്ല, ഒരു ദിനം പോല. മൂസക്കുട്ടി അധികാരിയെ രക്ഷപ്പെടുത്തിയ ആ സംഭവം ഒന്ന് പറയാൻ പറ്റും? ആ സംഭവം ഞങ്ങളെ പഴയ പെര എന്ന് പറഞ്ഞാൽ വലിയ ഓടിട്ട വീടാണ്. അത് തിരൂരങ്ങാടി അതേമാതിരി 2 വീടാണുള്ളത്. ഒന്ന് 8 വീട്ടില്, 8 വീട്ടിലല്ല, വലിയ ഇതുപോലെ പറയ ഇയാളില്ലേ, ആര് നമ്മളെ കുട്ടിമോനാജി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഇതേമാതിരി ഒരു പേരുണ്ട്. അതേമാതിരി ഞങ്ങൾ അതേമാതിരി ഒരു പേരാ അവിടെ ഉണ്ട്. അപ്പൊ അത് ആ തുരുത്തിലാ. തുരുത്തില് വീട്ടില് ഒരു കള്ളം വന്നിട്ട് അധികാരിയെ കൊല്ലാൻ കള്ളനല്ല, കൽപ്പിച്ചു കൂട്ടി ആരോതിന്റെ പിന്നിൽ അധികാരിനോട് പാപ്പാനോട് ദേഷ്യമുള്ള ആളാ. എന്റെ പാപ്പാനോട് ദേഷ്യമുള്ള ആളാ. അങ്ങനെ വന്ന് ആള് കോണിന്റെ മുകളിൽ കാലി ഇന്റെ ഇപ്പ വിളിച്ചുകാണ്ട് MK ഹാജി വന്നു. MK ഹാജി വന്നു. ഇവനെ പിടിക്കാൻ വേണ്ടി കാര്യത്തിൽ അവൻ വെട്ടി അതാണ് ഇവിടെ കൊണ്ടു. അതിന്റെ ഓർമ്മയെന്ന് പറയാണ്. അപ്പൊ അതാണ് ഇന്നും MK ഹാജി പല കാര്യങ്ങളിലും ഞാൻ എന്തെങ്കിലും ചെല്ലുമ്പോ എന്റെ പാപ്പാനെ കൊല്ലാൻ ചെന്നപ്പോ എനിക്ക് കിട്ടിയ വെട്ടാണിത് എന്ന് പറയലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാഴത്തല വെട്ടിയ വാഴത്തല അതാ കുത്തിയാനാ അവനെ തടുക്കാണ്. ശരിയായിരിക്കും. ഇപ്പൊ ഓർമ്മ എന്നോ സംഭവിച്ചതാണ്. എന്റെ ഓർമ്മയെന്ന് ഇപ്പൊ പറയണേ ഞാൻ. അപ്പോ ആ വെട്ട് കൊണ്ടില്ല, അല്ല തലക്ക് കൊണ്ടു. ആചാര്യക്ക് ഇപ്പോഴും ഉണ്ട് ആ അടയാളം. ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഓർമ്മ. അങ്ങനെ അദ്ദേഹം ഈ തൊപ്പി എടുത്തിട്ട് കാണിക്കട്ടെ, ഇത് ഞാൻ അധികാരി രക്ഷപ്പെടുത്താൻ വേണ്ടി പോയാ. പക്ഷെ ഈ അധികാരി ഏതോ അധികാരിയുടെ കേസ് ബന്ധപ്പെട്ടല്ലേ മണ്ഡലത്തിലേക്ക് പോയത്? ആര്? ഓർമ്മയില്ല. ആയിരിക്കാം. അങ്ങനത്തെ അങ്ങനെ പോയിങ്ങാണ്ടാണ് മൂപ്പര് രക്ഷപ്പെടുന്നത്. വളരെ ശരിയാണ്. അങ്ങനെ പോയിട്ടാണ് മൂപ്പര് രക്ഷപ്പെടുന്നത്. അതിന് മൂപ്പര് അവിടെ ഹോട്ടൽ സിംഗ്രായിൽ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ മൂപ്പര് ഫേമസ് ആയി. അങ്ങനെ KM മൗലവിയെ കുറിച്ച് കൂടിങ്ങാണ്ടാണ് യത്തീംഖാന സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. കോളേജൊക്കെ പിന്നെ വന്നതാ. കോളേജ് ഞാന് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്താണ് കോളേജ് വന്നത്. എങ്ങനെ? സെക്കൻഡ് ഇയർ BP ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. കോഴ്സ് അന്ന് കേരളത്തിലില്ല, എവിടില്ല. ഓൺലി പാട്യാലിയിലെ അന്ന് മറ്റേ ഡിഗ്രി കോഴ്സേ ഉള്ളൂ. ഇത് ഈ കാരണം എനിക്ക് പറഞ്ഞു തന്നത്, അത് ഞങ്ങളോട് പറഞ്ഞില്ലേ,
നമ്മളെ പരപ്പനങ്ങാടി CP അബൂബക്കർ എന്ന് പറഞ്ഞ ആള് എന്റെ കുടുംബക്കാരനാണ്. അബുമാഷ് സ്റ്റൈലൻ ആളെ കണ്ടാലോ നല്ല ബോൾ ബാഡ്മിന്റൺ പറയ ഫുട്ബോൾ പ്ലെയർ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്ത ആളാ. ഫുട്ബോൾ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്ത ആളാ. എന്റെ ഓർമ്മ അങ്ങനെയാട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ മദ്രാസിൽ പോയി ഡിഗ്രി എടുത്ത് വന്ന് നേരെ ഈ ബന്ധത്തില് ഈ ഉരുണിയ മഹമാജി ഈ ബന്ധത്തില് ആര്യാരെ കണ്ടു. ആ MKC ചെന്ന് കാണാൻ പോയി. എടുത്തതിൽ പറഞ്ഞു പിന്നെ മഹമാജി നമ്മളെ കുട്ടികൾക്കല്ല നമ്മളെ സ്ഥാപനം ആർക്കാന്ന് ചോദിച്ചു. ഒക്കെ ഞാൻ ഓർക്കുന്നു നമ്മളെ കുട്ടികൾക്കല്ല നമ്മളെ ഈ സ്ഥാപനം ആർക്കാനുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ സെക്കൻഡ് ഇയറാ. അത് കഴിഞ്ഞ് വന്നു, ഡിഗ്രി കഴിഞ്ഞ് വന്ന് നേരെ കോളേജിൽ ലെക്ചറായിട്ട് കയറി. പിന്നെ ഞാൻ 76 വന്നത്. അപ്പൊ ഞാൻ വന്നു പറഞ്ഞ വലിയ ബോള് ഈ വോളിബോൾ കളിക്കുന്നൊക്കെ ഞങ്ങൾ നാട്ടിൽ കണ്ടിട്ടില്ല, ഇതാ കാണുന്നത്. അപ്പൊ നിങ്ങളൊരു ദിവസം കുട്ടികളെ വിളിച്ച് ഞങ്ങൾ എത്തിങ്ങാനെ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് ബോളൊക്കെ കണ്ടു. അപ്പൊ അന്ന് എത്തിങ്ങാന എന്റെ ഉള്ളിലൊരു ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയതാ, ചെറിയ വോളിബോൾ കോർട്ട്. അത് ഞാൻ ഉണ്ടാക്കിച്ചാണ് അത് കൽപ്പിച്ചിട്ട്. അത് താഴെ മാമാൻ്റോട് പറഞ്ഞ സ്ഥലത്തായിരുന്നു മാമാ ട്രോഫി. അവിടെ അത് അപ്പൊ ആസ്വദിച്ച് നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് തെങ്ങും പിലാവ് അതേമാതിരി പടുമരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ കിണറും ഉണ്ട്. ആ കിണറ് തൂർക്ക് ചെയ്ത് അത് എങ്ങനെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കാനെന്നുള്ള എനിക്ക് ഇവർ സമ്മതിച്ചു. അങ്ങനെയാണ് തിരുരങ്ങാടി ഈ മാമാ ട്രോഫി മറ്റേ ഈ ഗ്രൗണ്ട് ഇങ്ങനെ ആയത്. അപ്പൊ തിരുരങ്ങാടിയുടെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളുകൾ വെച്ചിട്ടുണ്ട്. തിരുരങ്ങാടിയുടെ ഫുട്ബോളിന്റെ ഉണ്ട്. ഇപ്പൊ ഞാന് അങ്ങനെ ആയിപ്പോയി. ഫുട്ബോള്, വോളിബോൾ, ബാഡ്മിന്റൺ എല്ലാം കളിക്കും ഞാൻ. അന്നൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോ നമ്മളെ കുട്ടികൾക്ക് എല്ലാ സ്ഥാപനം ആർക്കാ മഹമാജി എന്ന് പറഞ്ഞ ഒന്ന്. സെക്കൻഡ് ഇയറിൽ ഞാൻ ഡിഗ്രി വന്ന് നേരെ കാര്യം USM കോളേജ് ലെക്ചർ. അന്ന് 437 റുപ്യ ലെക്ചർ ശമ്പളം. വെറും 437 റുപ്യ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ 437 ഉണ്ടെങ്കിൽ എല്ലാത്തിനും അത് മതി, ബാക്കിയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പരിചയം കൊടുക്കരുത്. ഇത് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഞാൻ അന്ന് എന്റെ മൂത്ത ജ്യേഷ്ഠൻ KT മൂസക്കുട്ടി, ഞങ്ങൾ രണ്ടാണ്, വാപ്പ ഒന്നാണ്. മൂപ്പര് അവിടെ താമസിച്ചാ പഠിച്ചത്. അധികാരി കമ്മുകുട്ടി അധികാരി എന്ന് പേരിട്ട്. അധികാരിന്റെ വലിയ വാപ്പ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് വല്യപ്പ മൂസക്കുട്ടി അധികാരി. ഞാൻ മൂസക്കുട്ടി അധികാരിയെ പറ്റി പഠിക്കാണ് പുസ്തകം വായിച്ചു. ഇപ്പോ നേരിട്ടുള്ള കിട്ടില്ല. ഞാൻ എനിക്ക് ആ ഒരു നോട്ടേ എനിക്കുള്ളൂ. അതായത് മൂപ്പരെ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. തടി അത്രയും ഞാനന്ന് ആ സമയത്ത് മൂപ്പരൊക്കെ മരിച്ചു പോയിരിക്കണം. അന്ന് ഈ വെട്ടിനത് വന്ന ഈ തൈ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്റെ വാപ്പയായിരുന്നു അധികാരി. വാപ്പ അധികാരി ആയതിന്റെ ശേഷം, വാപ്പ റിട്ടയർ ചെയ്തതിന്റെ ശേഷം, അന്ന് റിട്ടയർ ചെയ്യാൻ ഒന്നുമില്ല, 437 റുപ്യത്തെ സംഭവമുള്ളത്. എളാപ്പായി കമ്മൂട്ടി അധികാരി. എളാപ്പ എന്ന് പറഞ്ഞാല് ഇന്റെ എളാപ്പിയാണ് എന്റെ അമ്മശാങ്കിയാണ്. എളാപ്പാന്റെ മോളെ ഞാൻ കെട്ടിയത്. എന്റെ മോള് കുഞ്ഞുമോള് അവളെ വിളിച്ചിരുന്നേ റംലത്ത്. ഞാൻ നിങ്ങളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകാൻ കാരണം MSM അത് രാവിലെ സുരേഷ് സാറിന്റെ കോച്ചിങ്ങൊക്കെ അതിൽ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ വേഗം വന്നു. എന്നിട്ട് വേണ്ട പ്രോത്സാഹനമൊക്കെ ഉണ്ടാവും. എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായി. അപ്പൊ അതൊക്കെ ബാബുസാറെ വിളിച്ചാൽ മതി. കുട്ടിയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് ഡ്രോയിങ് മാഷും ഒന്ന് PT മാഷുമാണ്. അങ്ങനെ തന്നെയായിരുന്നു. കുട്ടികളൊക്കെ വലിയ സ്നേഹമായിരുന്നു. ഇന്ന് ഞാൻ വരാതെ ഓർത്തു, ഇന്നൊരു ഇൻസിഡന്റ് ആയിരുന്നു ഞാൻ നിങ്ങളോട്. ഇന്ന് അവിടുത്തെ വോളിബോൾ കോർട്ട് ഉദ്ഘാടനം ഞാനാ ഉദ്ഘാടനം ചെയ്തത്. ഞാനിന്ന് അവിടെ ചെന്ന് കിട്ടി. അതിപ്പോ കോയിൻസിഡൻസ് ആയിട്ട് അതും കിട്ടി. അതിന്റെ ആ നിറവിലാണ് ഇപ്പൊ അവിടെ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പാൾ ഒന്ന് കൈ കൊടുത്തേണ്ട കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറഞ്ഞു. അസീസ് സാറ്. അസീസ് എന്ന് പറഞ്ഞാൽ നല്ല ഇവിടുന്ന് ഇടവണ്ണെന്ന് വന്ന ആളാ. ഇടവണ്ണ എത്തിങ്ങാനിയിൽ അവിടെ ഇവിടെ പഠിച്ച അങ്ങനെ വന്ന ഒരാളാണ് അസീസ് സാറ്. അപ്പൊ ഒന്ന് ഞാൻ കണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞാണ് ഞാൻ ഇപ്പൊ പോകുന്നത് മൂപ്പര് സ്കൂൾ കോളേജില്. അപ്പൊ മൂപ്പര് വന്ന് മറ്റു ഡെവലപ്മെന്റ്സ് പിന്നെ ധാരാളം വന്നു കോളേജിൽ. അതായത് ഇവിടെ ഈ കുന്നിന്റെ മുകളിലില്ലേ അവിടെ എങ്ങനെയപ്പോ അവിടെ പഴയ കല്ലെട്ടും ചെയ്യും. കല്ലെട്ടിങ്കൂർ തൊടലപ്പറമ്പ് തൂക്കുമരം. തൂക്കുകാരൻ എന്ന് പറഞ്ഞ ഈ ഇറക്കം നല്ല ഇറക്കാം. തൂക്കുമരം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ വായിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ ഇവിടെ തൂക്കി കൊന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആ തൂക്കുമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയത്. അതാണ് അതിന്റെ ചരിത്രം.
തിരങ്ങാടിയുടെ പിന്നെ മൊത്തം ചരിത്രത്തിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ട്. ഇല്ല, അതായത് കാരണം തന്നെ ഉണ്ട്. പാപ്പാന ശത്രുക്കളുണ്ട്. അങ്ങനെ പാപ്പാന്റെ ഒരു ശത്രു മേലാറ്റം ഇതുകൊണ്ടി എന്ന് പറഞ്ഞ ആ ശത്രുക്കൾ ആരെ അയച്ചതാണ് പേരേക്ക്. അവിടെ ഒന്ന് പഴയ ഒരു കോണിയില്ല, പഴയ, അതായത് അന്നത്തെ കാലത്ത് തിരൂരങ്ങാടി പ്രദേശത്ത് 2 വീടാ ഉള്ളത്, അതേ രീതിയുള്ള. ഒന്ന് ഇതും, ഒന്ന് ഞാൻ പറഞ്ഞ കക്കാട് കുട്ടിമാനാജിന്റെ അവരാ ആദ്യയിലുള്ളത്. നമ്മുടെ ടി.പി. ചെറുപ്പന്റെ പുസ്തകം മൂസക്കുട്ടി അധികാരി അറിയുമ്പോൾ വളരെ ഫേമസ് ആയിരുന്നു. വളരെ ധൈര്യമുള്ള മനുഷ്യനെ, ധീരതയുള്ള മനുഷ്യനായിരുന്നു. അതിനനുസരിച്ച് സൈസും അതേ രീതിയിലാണ് വാപ്പ പിന്നെ കാമൻ കോയറ്റ. ടി.പി. ചെറുപ്പന്റെ പുസ്തകത്തില് ഈ അധികാരികൾ എന്ന വിഭാഗത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്തു അവരെ കൂടെ നിൽക്കാൻ വേണ്ടി. ശരിയാണ്, അവർക്ക് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു. സപ്പോർട്ട് എന്താണ്? ധാർമ്മികമാണ് എന്നാ പറഞ്ഞത്. ഇവരെ കീഴിൽ പറയാൻ ചോറ്റുപാട്ടം ഉണ്ടാവും. ആ ഒരു രീതി. അപ്പൊ നമുക്ക് പിന്നെ ഈ തിരങ്ങാടി ചരിത്രവും ബന്ധപ്പെട്ട് പിന്നെ ജയരാജന്റെ പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡിഗ്രി എടുത്ത ഒരു വർഷങ്ങളായിരുന്നു മലപ്പുറം ജില്ലയിൽ. ഷുവർ, ആരില്ല കേരളത്തിലും BP ഇല്ലെന്ന് കോഴ്സ് അതൊക്കെ പിന്നെ വന്നതാ. കേരളത്തിൽ ആദ്യത്തെ BP ഡിഗ്രി ഹോൾഡർ കേരളത്തെ എനിക്ക് പറയാൻ ഉറപ്പില്ല. മലപ്പുറം ജില്ലയിൽ എന്തായാലും യാതൊരു സംശയമില്ല. അന്ന് അത് മതി. അതുകൊണ്ടാണ് എനിക്ക് അന്ന് ജോലി കിട്ടിയത്. മാത്രല്ല അവിടുത്തെ കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ വിവരമൊക്കെ അവിടെ കിട്ടുമല്ലോ. എവിടുന്ന്? എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവിടെ ഗ്വാളിയർ പോയതൊക്കെ ഒരു ചരിത്രമാണ്. അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് മദ്രാസിൽ. അതിനെപ്പറ്റി ഓർമ്മയൊന്നുമില്ല. പക്ഷെ ആചാര്യക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പടയാളിന്റെ ആശാനായിരുന്നു. പടയാളിയില്ലേ ഈ മൺപ്രദേശത്തുള്ള അങ്ങോട്ടുള്ള തല്ല് കളി, അതാണ് പടയാളി. അതിനൊക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ല അതൊന്നുമില്ല. അന്നൊന്നും ഞാൻ ചെറിയ കുട്ടിയായിരിക്കും. ശരിയായിരിക്കും. അപ്പൊ ഞാനിപ്പോ വെറും പയസാണ്. അങ്ങനത്തെ വേറെ കളികളൊക്കെ അന്നേ കാലത്തെ നിർത്തി. ഇപ്പോ എല്ലാ കുട്ടികളും ഇഷ്ടമായി. കാരണം ഈ ഇങ്ങനെ നാട്ടിലെ കുട്ടികളല്ലേ, ഓൾക്ക് അവരവരെ നാട്ടിൽ നല്ലൊരു പെരുമാറ്റം കിട്ടി. കാരണം അവര് പാവങ്ങളാണ്, ആരും പരിഗണിക്കില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ മുതലാളിമാരും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ നല്ല പെരുമാറ്റം, ഇങ്ങനെ വിദ്യാഭ്യാസം, നല്ല ചിരിയുന്ന. പിന്നെ അതൊക്കെ പോയി. പിന്നെ ഒക്കെ എല്ലാവരും വളരെ ഇതായി. ഇന്റെ പെരുമാറ്റം കൊണ്ട് എനിക്ക് ഒരു സപ്പോർട്ടും ഒരു കാര്യങ്ങളും കിട്ടി. അന്ന് ബാബുസാർ എന്ന് പറഞ്ഞാല് അറിയാത്ത പോലെ ആരുമില്ല. ബാബുസാറിനെ അറിയുള്ളൂ. എന്റെ പേര് ഇപ്പോഴും ചിലവർക്ക് പേരറിയാം. അബ്ദുറഹിമാൻ, KT അബ്ദുറഹിമാൻ എന്ന ബാവ എന്നാ പറയാ. ഞാൻ എന്റെ തന്നെ കഴുകുന്തോട്ടത്തിൽ. ഫേമസ് കുടുംബമാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ആ നാട്ടിലെ പ്രമാണിമാരെ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. അങ്ങനെയാണ് ഇവിടെ വന്ന് പാപ്പാക്ക് മുസോട്ടിയരിന്റെ പാപ്പുണ്ട്, കമ്മൂട്ടിയരി. ഇപ്പത്തെ എന്റെ എളാപ്പാന്റെ അപ്പൊ ആ കമ്മൂട്ടിയരിന്ന് പേര് ഇപ്പൊ എന്റെ എളാപ്പാക്ക് വരാൻ കാരണം അതാണ്. ഈ പാരമ്പര്യമായിട്ട് ഉരിഞ്ഞ മേമാജി എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയോറ ഒരു കുത്തുകേസ് നടന്നു. വലിയോൻ അവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. അപ്പൊ അവിടെ മിഥുനുട്ടിയാക്കാന്ന് പറഞ്ഞ ആള് കുത്തേറ്റ് മരിച്ചത് അവിടുന്ന്. അന്നിപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഊഹം അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ വല്ലത് കണ്ടപ്പോ അതിന്റെ ഉള്ളിൽ ചാടിപ്പോ ഒഴിവായതാ. കൽപ്പിച്ചൂട്ടി അങ്ങനെ മറ്റുള്ളവർ ഒഴിവാക്കൂല. അതായത് ഈ ഭാഗ സെറ്റില് മുസോട്ടിയരിന്റെ പേരക്കുട്ടി അങ്ങനെ ചെന്ന് ചാടുക എന്നുള്ളത് അതും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അത്. ഇതിനുട്ടിയാക്കാന്ന് പറഞ്ഞാൽ അവിടുന്ന് മരിച്ചു. അടുത്തുകൊണ്ട് പോലീസും കേസും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. അതിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഓർമ്മയായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ അൽഹംദുലില്ലാ നിങ്ങളെ കാണാനും ഈ വിഷയം പങ്കുവെക്കുന്ന സന്തോഷമുണ്ട്. എനിക്കും സന്തോഷമുണ്ട്. ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തി.